ചായ ലോകത്ത് പച്ചവെള്ളം കഴിഞ്ഞാൽ ഏറ്റവും അധികം കുടിക്കപ്പെടുന്ന പാനീയം. കയ്പുള്ള ഔഷധം എന്നർത്ഥം വരുന്ന ചാ എന്ന ചൈനീസ് വാക്കിൽ നിന്നാണ് ഈ പദം ഉരുത്തിരിഞ്ഞു വന്നത്. പല ഏഷ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഇന്നും ഇതിനെ ചാ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ചൈനയിലാണ് ചായയുടെ ഉത്ഭവമെന്ന് പൊതുവെ കരുതപ്പെടുന്നു. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ചൈനയിലെ ചക്രവർത്തിയായിരുന്ന ഷെന്നും ആകസ്മികമായിട്ടാണ് തേയില എന്ന പച്ചയിലയ്ക്ക് ഉന്മേഷം പകരാൻ കഴിയുമെന്ന് കണ്ടെത്തിയത്. ചായയുടെ പാനീയ മൂല്യവും ഔഷധ ഗുണവും ആദ്യം തിരിച്ചറിഞ്ഞതും ചൈനക്കാരാണ്. ചൈനീസ് സംസ്കാരത്തോടൊപ്പം ബുദ്ധമത സന്യാസികളിലൂടെ ചായയുടെ മഹത്വം ലോകമെമ്പാടും ചെന്നെത്തുവാൻ തുടങ്ങി. ചായ സൽക്കാരം ക്രമേണ വിലപിടിപ്പുള്ള ആതിഥ്യ മര്യാദയുടെ ഭാഗമായി മാറി. ജപ്പാൻ, പോർച്ചുഗീസ്, ഹോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ തേയില കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർമാരായി മാറുകയും ചെയ്തു. ഇതോടെ ബാൾട്ടിക് രാജ്യങ്ങളിലേക്ക് തേയില നിർബാധം കയറ്റുമതി ചെയ്യപ്പെട്ടു. 17ാം നൂറ്റാണ്ടിലാണ് തേയില യൂറോപ്പിന്റെ വിശിഷ്ട അതിഥിയായി തീരുന്നത്. കയ്പുള്ള പാനീയം എന്ന നിലയിൽ നിന്ന് പാലുകൂട്ടി മധുരച്ചായ ഉണ്ടാക്കാമെന്ന് ആദ്യം കണ്ടുപിടിച്ചത് 1860-ലാണ്. 17ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇംഗ്ലണ്ടിന്റെ ദേശീയ പാനീയം എന്ന നിലയിൽ ചായ അംഗീകരിക്കപ്പെട്ടു. തേയിലയുടെ ഇറക്കുമതി മൂലം അവർ ലോകത്തിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമായി മാറി. അപ്പോഴാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപമെടുക്കുന്നതും അതോടെ വ്യാപാര അനുമതി ലഭിക്കുന്നതും. അതോടൊപ്പം തേയിലയുടെ വില മാനം മുട്ടെ ഉയർന്നു. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വറുതിയിൽ നിർത്തുവാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാധിച്ചതും അങ്ങനെയാണ്. തേയിലയുടെ നികുതി എടുത്തു കളഞ്ഞുകൊണ്ട് സ്വന്തം ജനതയുടെ സാമ്പത്തിക ഉന്നമനം ലോകത്തെവിടെയുമുള്ള സർക്കാരുകൾ പണ്ടേ ചെയ്തു പോന്നിരുന്നു. 1796-ൽ കാതറിൻ രാജ്ഞി അന്തരിച്ചപ്പോൾ നികുതി എടുത്തു കളഞ്ഞുകൊണ്ട് ഉൽപാദനം കൂട്ടിയ റഷ്യ തന്നെ ഏറ്റവും മികച്ച ഉദാഹരണം. 1820-കളുടെ തുടക്കത്തിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാണിജ്യ അടിസ്ഥാനത്തിലുള്ള തേയില കൃഷിക്ക് ഇന്ത്യയിൽ ആദ്യമായി തുടക്കമിട്ടത്. ആസാമിലായിരുന്നു ശുഭാരംഭം. 17ാം നൂറ്റാണ്ടിന്റെ മധ്യമായതോടെ ഇന്ത്യയിലെ തേയില വ്യവസായം അതിന്റെ ഔന്നത്യങ്ങളിലേക്ക് കടന്നു ചെന്നു. 19ാം നൂറ്റാണ്ട് തീരാറായപ്പോഴേക്കും ആസാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചായത്തോട്ടമായി വളർന്ന് പന്തലിച്ചു കഴിഞ്ഞിരുന്നു. 1760-ലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിലേക്ക് എത്തപ്പെടുന്നത്. ടിപ്പുവിന്റെ പടയോട്ടത്തെ ചെറുക്കുക എന്നതായിരുന്നു ആ പലായനത്തിന്റെ മുഖ്യ ലക്ഷ്യം. അവർ ഈ മലയിടുക്കുകളിൽ തേയില കൃഷിയുടെ അനന്ത സാധ്യതകൾ കണ്ടു. മദിരാശി ആർമിയിൽ നിന്ന് സർവേക്കായി അവർ ഉദ്യോഗസ്ഥരെ ക്ഷണിച്ചു വരുത്തി. പാർവതി മലയിലാണ് ആദ്യമായി പ്ലാന്റേഷൻ തുടങ്ങിയത്. 50 ഏക്കർ സ്ഥലത്തായിരുന്നു കൃഷി. കിഴക്കൻ മലനിരകൾ തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണെന്നായിരുന്നു എല്ലാ സർവേകളും നിരീക്ഷിച്ചത്. 1915 ആയപ്പോഴേക്കും മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലും വാണിജ്യാടിസ്ഥാനത്തിലുള്ള തേയില കൃഷി വ്യാപകമായി. 16 ഫാക്ടറികൾ അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നു എന്നാണ് കണക്ക്. കൃഷി വ്യാപകമായതോടെ ചരക്ക് നീക്കത്തിനായി മോണോ റെയിലുകൾ സ്ഥാപിക്കപ്പെട്ടു. ടോപ്പ് സ്റ്റേഷനിലൂടെ റോപ്പ് വേ സംവിധാനവും ദ്രുതഗതിയിൽ പൂർത്തീകരിച്ചു. മോണോ റെയിൽ വണ്ടികൾ വലിക്കുന്നതിനായി 500 കാളകളെ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുക വരെ ഉണ്ടായി. 1908-ൽ മോണോ റെയിൽ തീവണ്ടി പാതയായി മാറി. മാട്ടുപ്പെട്ടിയിലും പാലാറിലും റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥാപിക്കപ്പെട്ടു. സമുദ്രനിരപ്പിൽ നിന്നും 1800 മീറ്ററോളം ഉയരത്തിലാണ് മൂന്നാറും തേയില ഫാക്ടറികൾ ഉൾപ്പെടുന്ന മറ്റു പ്രദേശങ്ങളും നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ വരദാനമായ ശുദ്ധവായുവും പകരം വയ്ക്കാനാവാത്ത നീരുറവയും ഈ പ്രദേശത്തിന്റെ മാത്രം പ്രത്യേകതയായി മാറി. കേരളത്തിന്റെ കാലാവസ്ഥയെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന സഹ്യപർവ്വതനിരയുടെ പ്രധാന ഭാഗമായി മാറുവാൻ ഇവിടുത്തെ പച്ച നിറഞ്ഞ ഭൂപ്രദേശങ്ങൾക്ക് സാധിച്ചു. പൂഞ്ഞാർ രാജകുടുംബത്തിൽ നിന്ന് സ്ഥലം പട്ടത്തിനെടുത്ത് തേയിലത്തോട്ടം നിർമ്മിച്ച് നിലനിർത്തിക്കൊണ്ടുവന്ന പ്രദേശങ്ങൾ പ്രകൃതിയുമായി ആവുന്നത്ര അടുത്ത് ജീവനോർജം പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. ലോകത്ത് ചൈന കഴിഞ്ഞാൽ ഏറ്റവും വലിയ തേയില ഉൽപാദകർ ഇന്ത്യയാണ്. ഒരു വേള നമ്മൾ 1ാം സ്ഥാനത്ത് എത്തിയത് കൂടിയാണ്. ഇവിടെ നിർമ്മിക്കപ്പെടുന്ന തേയിലയുടെ 70% ആഭ്യന്തര വിപണിയിൽ തന്നെയാണ് വിറ്റഴിക്കപ്പെടുന്നത്. ശേഷിക്കുന്ന 30% അമേരിക്ക, ബ്രിട്ടൻ, ബംഗ്ലാദേശ്, റഷ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്തു പോരുന്നു. വിഭിന്ന പ്രകൃതി സാഹചര്യങ്ങളിൽ നൈസർഗികമായി വളരുന്ന നമ്മുടെ തേയിലകൾ തനതായ സ്വഭാവം കൊണ്ട് വർഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കുളക്കുമല തന്നെ ഉദാഹരണം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ടീ എസ്റ്റേറ്റാണ് കുളക്കുമല. ഉയരം കൂടുന്തോറും ഔഷധമൂല്യം കൂടുമെന്നത് തേയിലയുടെ അടിസ്ഥാന സത്യമാണ്. കേരളത്തിൽ ഇടുക്കി, വയനാട് ജില്ലകളുടെ കിഴക്കൻ മലനിരകളിലാണ് പ്രധാനമായും തേയില കൃഷിയുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് തുടങ്ങിയ ഇടങ്ങളിലും കുറഞ്ഞ അളവിലാണെങ്കിലും തേയില കൃഷി ചെയ്തു പോരുന്നുണ്ട്. കേരളത്തിൽ മൊത്തത്തിലൊരു 35,000 ഹെക്ടർ തേയിലത്തോട്ടമുണ്ട്. അപ്പം ഇതിൻ്റെ ആനുവൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു 69 to 70 മില്യൺ കിലോഗ്രാംസ് ആണ്. സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ ഒരു 240 മില്യൺ കിലോഗ്രാംസ് ഉണ്ട്.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറഞ്ഞ പക്ഷം ഒരു 29-30%, 30% പ്രൊഡക്ഷനാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ ആയി വരുന്നത്. തേയിലച്ചെടികൾ വളർന്നു പന്തലിക്കുന്ന പ്രദേശങ്ങൾക്ക് ഭൂമിശാസ്ത്ര പ്രകാരം ഏറെ പ്രത്യേകതകൾ കാണാം. ഏറിയ പങ്കും ഉഷ്ണമേഖലാ മഴത്തണൽ പ്രദേശങ്ങളാണിവ. ഉപരിതലത്തിൽ നിന്നും കുറഞ്ഞത് 1 മീറ്ററെങ്കിലും അമ്ലമൂല്യം കൂടിയ മണ്ണാണ് തേയില കൃഷിക്ക് ഏറെ അഭികാമ്യം. ആരോഗ്യപൂർണമായ നീരൊഴുക്കും അനിവാര്യം തന്നെ. 13 ഡിഗ്രി മുതൽ നിലനിൽക്കുന്ന അന്തരീക്ഷ താപനിലയിലാണ് ചെടികൾ ഇടതൂർന്ന് വളരുക. ചെങ്കുത്തായ കുന്നുകൾ നിറഞ്ഞ ഉയർന്ന പ്രദേശങ്ങളിലാണ് പ്രായേണ കുറഞ്ഞ താപനിലയുള്ളത്. വർഷത്തിൽ 10 മാസത്തോളം ലഭിക്കുന്ന തുല്യമായ മഴയും ഈ കൃഷിയുടെ പരിപാലനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു. കേരളത്തിലെ മലനിരകളിൽ ഏതാണ്ട് 150 സെന്റിമീറ്റർ മഴയാണ് ശരാശരി ലഭിക്കുന്നത്. 40% കുറയാത്ത തോതിൽ ഈർപ്പവും അന്തരീക്ഷത്തിൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നവംബർ മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള വരണ്ട കാലാവസ്ഥ ഏപ്രിൽ മെയ് മാസങ്ങളിലെ വിളവെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ജൂലൈ ഓഗസ്റ്റിൽ അധികമായി പെയ്യുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വേഗതയേറിയ കാറ്റും വിളവിനെ സാരമായി കുറയ്ക്കുന്നതായി കാണാം. 3 അളവ് മേൽമണ്ണിന് 1 അളവ് പുഴമണൽ എന്ന അനുപാതത്തിലാണ് നടീൽ മാധ്യമം തയ്യാറാക്കുന്നത്. തവാരണക്കൂടിന്റെ 3/4 ഭാഗവും ഈ മാധ്യമം തിക്കി നിറയ്ക്കുന്നു. പുഴമണലും മേൽമണ്ണും കമ്പോസ്റ്റും ഒരേ അളവിൽ തെള്ളി മാലിന്യങ്ങളും മറ്റ് ഖരവസ്തുക്കളും നീക്കി വൃത്തിയാക്കിയെടുത്ത് ഈ കൂടുകൾ വീണ്ടും നിറയ്ക്കും. പ്രത്യേകം വളർത്തിപ്പോരുന്ന മാതൃസസ്യങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന തവാരണ സാമഗ്രികൾ അപ്പോഴേക്കും നഴ്സറികളിൽ തയ്യാറായി കഴിഞ്ഞിരിക്കും. മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ള മാതൃസസ്യത്തിന്റെ തണ്ടുകളിലേക്ക് ഗുണനിലവാരം കൂടിയ പുത്തൻ മുളകൾ കൂട്ടിച്ചേർത്താണ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. പ്രത്യേക നൈപുണ്യം നേടിയ സ്ത്രീ തൊഴിലാളികളാണ് ഈ പ്രവൃത്തികൾ അത്രയും ചെയ്തു പോരുന്നത്. In this particular technique, the desirable characteristics of 2 clones are combined together by a simple horticulture technique called as cleft grafting. The clone which is tolerant to drought is taken as the stock, and a high-yielding clone which may not be able to tolerate drought to that extent is used as scion. And by this horticulture technique, the desirable characteristics of these 2 clones are combined together. So this is called as cleft grafting. നേരത്തെ തയ്യാറാക്കി വെച്ച തവാരണക്കൂടുകളിലേക്ക് ഈ പുതിയ സങ്കര ചെടികളെ നടുകയാണ് അടുത്ത പടി. വേഗത്തിൽ വേരോടുവാനുള്ള പോഷണിയിൽ മുക്കിയതിനു ശേഷം ഇവയെ തവാരണക്കൂട്ടിലെ മാധ്യമത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. The cuttings are put out during 2 seasons, during April, May, June and September, October, November. Generally, that is the policy. The striking of the cuttings, that particular season should coincide with the high cropping periods when the weather conditions are conducive for growth. So the cuttings that are put out during April, May, June, they will be ready for planting in the next year. The grafted plants normally take slightly higher quantum of time. They may take about 15 months. So the grafted plants normally we put out during September, October, November. That will be ready for planting only after about 15 months. ഇത്തരത്തിൽ തയ്യാറായ ചെടികൾ 1 മുതൽ 1.5 വർഷക്കാലം നഴ്സറിയിൽ തന്നെ പരിപാലിക്കപ്പെടുന്നു. കൊച്ചുകുട്ടികളെ വളർത്തിയെടുക്കുന്ന അത്രയും ശ്രദ്ധ ഇവയും ആവശ്യപ്പെടുന്നുണ്ട്. ജലസേചനവും ഈ കാലയളവിൽ പ്രധാനപ്പെട്ടത് തന്നെ. പ്രത്യേക ഗ്രീൻ ഹൗസുകളിൽ പുതുജീവൻ പേറിയ ഈ ചെടികൾക്ക് ഒരേ സമയം കൂടുതൽ വിളവ് തരുവാനും ഏറിയ ആയുസ് കൈവരിക്കുവാനും പ്രാപ്തിയുണ്ടാകും. 1.5 അടി താഴ്ചയുള്ള കുഴിയാണ് പുതുചെടികൾ നടുവാനായി തീർക്കുന്നത്. 3/4 അടിയെങ്കിലും വ്യാസവും വേണം. 1/2 കിലോ കമ്പോസ്റ്റും ശേഷം മണ്ണും കൂട്ടിച്ചേർത്ത് കുഴികൾ വീണ്ടും നിറയ്ക്കുന്നു.
തവാരണക്കൂടുകളിൽ നിന്നും ഏറെ ശ്രദ്ധാപൂർവം വേർപെടുത്തിയെടുത്ത് ചെടികളെ കുഴികളിൽ നിക്ഷേപിക്കുകയാണ് അടുത്ത ജോലി. പുതുനാമ്പ് ഉയരെടുത്ത ഭാഗം മണ്ണിൽ താഴ്ന്നു പോകാതെ വേണം ഇവയെ നടേണ്ടത്. മൂന്ന് വർഷം പ്രായമായാൽ ചെറിയ തോതിൽ കൊളുന്ത് നുള്ളി തുടങ്ങാൻ കഴിയും. എങ്കിലും 7-ാം വർഷമാണ് മെച്ചപ്പെട്ട വിള ലഭിക്കൂ. അപ്പോഴേക്കും വേരുകൾ മണ്ണിലാഴ്ത്തി ഇവ കുടകൾ പോലെ ആകൃതി സ്വീകരിച്ചു കഴിയും. കൊളുന്ത് നുള്ളുന്നത് ഏറിയ പങ്കും സ്ത്രീ തൊഴിലാളികളാണ്. സൂപ്പർവൈസർമാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. നുള്ളിയെടുക്കുന്ന പരമ്പരാഗത രീതിയിൽ നിന്നും കത്രിക ഉപയോഗിച്ചുള്ള യന്ത്രവൽകൃത രീതിയാണ് ഇപ്പോൾ പിന്തുടർന്നു പോരുന്നത്. ഇത് വിളവെടുപ്പിന്റെ തോത് കൂട്ടും. 15 തൊട്ട് 18 ദിവസം വരെയാണ് വിളവെടുപ്പിന്റെ കാലാവധി. തേയില ഒരു ചെടിയാണെന്നാണ് സാധാരണക്കാരൻ ധരിച്ചു വച്ചിരിക്കുന്നത്. 12 അടിക്ക് മേൽ വരെ ഉയരം വരുന്ന വലിയ മരമാണ് ഇത്. കൊളുന്തിന്റെ തോത് കൂട്ടുവാനും നുള്ളൽ സാധ്യമാക്കുന്നതിനുമായി ഇവയെ 3 അടി പൊക്കത്തിൽ ക്രമീകരിച്ച് വളർത്തിയാണ് സമൃദ്ധമായ തോട്ടങ്ങൾ നിലനിർത്തി പോരുന്നത്. തേയിലത്തോട്ടങ്ങളിൽ പ്രയോഗിക്കുന്ന കീടനാശിനികൾ അങ്ങേയറ്റം വിഷമയമാണെന്ന തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വീര്യം നന്നേ കുറഞ്ഞ കീടനാശിനികളാണ് തോട്ടത്തിൽ പ്രയോഗിച്ചു പോരുന്നത്. കെമിക്കൽ എന്ത് ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ 4 കാറ്റഗറി ആയിട്ടുണ്ട്. ഒന്ന് റെഡ്, വെരി ഡേഞ്ചറസ് കെമിക്കൽസ്. പിന്നെ അതിൻ്റെ മുകളിൽ യെല്ലോ ട്രയാങ്കിൾ കെമിക്കൽസ്, ഇല്ലെങ്കിൽ ബ്ലൂ ട്രയാങ്കിൾ കെമിക്കൽസ്, പിന്നെ ഗ്രീൻ ട്രയാങ്കിൾ കെമിക്കൽസ്. ഇവിടെയുള്ള കണ്ണന്തേവൻ പ്ലാന്റേഴ്സ് അസോസിയേഷൻ്റെ എല്ലാ പ്ലാന്റേഷൻ ചേർത്തിട്ട് നമ്മൾ റെഡും യെല്ലോ മൊത്തം ഒഴിവാക്കി. അതിന് ഞങ്ങൾ ആരും യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഈ ബ്ലൂവും ഗ്രീൻ ട്രയാങ്കിൾ കെമിക്കൽസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് എല്ലാ യൂറോപ്യൻ നോംസിൻ്റെ പ്രകാരം അപ്രൂവ് ചെയ്ത കെമിക്കൽസ് മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതിൽ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞാൽ, ഈ ഹൈ റേഞ്ച് വൈൽഡ് ലൈഫ് അസോസിയേഷൻ ഭാഗത്ത് നിന്ന് ഞങ്ങൾ കുറേ ആൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇപ്പോൾ അവർ റിസർച്ച് ചെയ്യുന്നുണ്ട്. ആ റിസർച്ച് ചെയ്യുമ്പോൾ ഒരു ലേഡി വന്ന് മിസ് ലിലി മാർഗരറ്റ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ തേയിലിൻ്റെ മുകളിൽ തന്നെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, തേയിലിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഈ തവള ഉണ്ടല്ലോ, തവളയെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് തേയിലിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഒരു വെരി വെരി പെർഫെക്റ്റ് എക്സാമ്പിൾ പറയണമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എത്രയോ കൊല്ലത്തിൽ നിന്ന് ഞങ്ങൾ സർട്ടൺ കെമിക്കൽ വിച്ച് ഇസ് അപ്രൂവ്ഡ് മാത്രം യൂസ് ചെയ്യുമ്പോൾ ഈ പച്ച തവള എന്ന് പറയുന്നത് വെരി വെരി സെൻസിറ്റീവ്, വെരി തിൻ സ്കിൻ, കോൾഡ് ബ്ലഡഡ് ആനിമൽസ്, ഇത് റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു തവള വന്നിട്ട് നമ്മുടെ തേയിലയിൽ മൾട്ടിപ്ലൈ ആവുന്നുണ്ട്. അവരുടെ ഒരു പ്രശ്നമില്ലാതെ തേയിലിൻ്റെ കൂട്ടിൽ തന്നെ അവർ ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ഒരു വെരി ആശ്ചര്യമായ ഒരു കാര്യമായിരുന്നു. ഉണങ്ങിയ ഇലകളും ചായത്തരികളും ചീഞ്ഞു ലഭിക്കുന്ന സ്വാഭാവിക വളമാണ് പ്രധാനമായും ചെടികൾക്ക് ഊർജമായി തീരുന്നത്. നുള്ളിയെടുക്കുന്ന കൊളുന്തിന്റെ തൂക്കത്തിനനുസരിച്ചാണ് സ്ത്രീ തൊഴിലാളികളുടെ വേതനം നിശ്ചയിക്കപ്പെടുന്നത്. ഒരു തൊഴിലാളി ശരാശരി 100 കിലോ വരെ കൊളുന്ത് ശേഖരിച്ച് ഭാണ്ഡങ്ങളിൽ നിറയ്ക്കാറുണ്ട്. അതുവഴി നിശ്ചിത വേതനത്തിനു മുകളിൽ പണം കൂലിയായി നേടുവാൻ ഇവർക്ക് കഴിയും. കൂടുകളിൽ സമാഹരിച്ച പച്ചക്കൊളുന്ത് തൂക്കി അളന്ന് ഇവരുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തും. ഈ കൊളുന്ത് ട്രാക്ടറിൽ കയറ്റി ദൂരെയുള്ള ഫാക്ടറിയിലേക്ക് അയക്കുകയാണ് അടുത്ത പടി. തേയിലക്കാടുകളിലെ തേയില കൊളുന്ത് 15 തൊട്ട് 18 ദിവസം ഇൻ്റർവെല്ലിൽ അവർ ഹാർവെസ്റ്റ് ചെയ്യുന്നു, തേയില നുള്ളുന്നു. ആ നുള്ളിയ കൊളുന്ത് ഒരു ഉച്ച സമയത്തും വൈകുന്നേരവും 2 പേയ്മെൻറ്റിൽ അവിടുന്ന് ഒന്നി ലോറി അല്ലെങ്കിൽ ട്രാക്ടറുകളിൽ
നമ്മുടെ ഫാക്ടറികളിലേക്ക് അയക്കുന്നു. ഇപ്പോൾ 1-ാം തീയതി നുള്ളുന്ന ആ ഫീൽഡിലിരുന്ന് വീണ്ടും അവർ ഒരു 15 അല്ലെങ്കിൽ 18 ദിവസം കഴിയുമ്പോൾ അടുത്ത സെറ്റിന് റെഡിയായി വരും. 3 തിരിയാണ് അവർ സാധാരണ എടുക്കുന്നത്. അതിൻ്റെ കൂടെ ബാൻജീസ് എന്ന് പറയുന്ന ഡോർമെൻറ്റ് ഷൂട്ട്സും ഉൾപ്പെട്ട് കൊളുന്തിനെ ഫാക്ടറികളിൽ അയക്കും. തോട്ടങ്ങളുടെ പല പ്രദേശങ്ങളിൽ നിന്നും ഇപ്രകാരം എത്തപ്പെടുന്ന പച്ചക്കൊളുന്ത് ഫാക്ടറിയിലെ പ്രത്യേക അട്ടികളിൽ നിറയ്ക്കുന്നു. 18 മണിക്കൂറോളം വായുസഞ്ചാരമുള്ള ഈ അട്ടികളിൽ സൂക്ഷിക്കപ്പെടുന്നതോടെ കൊളുന്തിലെ ജലാംശം ഒരു പരിധിവരെ ആവിയായി പോകും. ജലാംശം കുറച്ചതിന് ശേഷം ഈ ഇലകളെ ചെറു കഷ്ണങ്ങളാക്കി മാറ്റുകയാണ് അടുത്ത പ്രക്രിയ. എതിർദിശകളിൽ കറങ്ങുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ റോളേഴ്സാണ് ഇതിനായി ഉപയോഗിക്കപ്പെടുക. ഇപ്രകാരം അരഞ്ഞു കിട്ടുന്ന ദ്രവങ്ങൾ ചെറുതുണ്ടുകളിൽ പറ്റിപ്പിടിച്ച് കൺവെയർ ബെൽറ്റുകളിലൂടെ യാത്ര തുടങ്ങുകയായി. ഏറെ സങ്കീർണവും ദ്രുതഗതിയിലുമായി നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇനിയുള്ളത്. 4 തവണ അരക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാകുമ്പോഴേക്കും പച്ചക്കൊളുന്ത് പൊടുന്നനെ നിറവും സ്വഭാവവും മാറ്റിക്കഴിഞ്ഞിരിക്കും. ഇനി യാത്ര 20 അടി നീളമുള്ള വലിയ ഡ്രമ്മുകളിലേക്കാണ്. ഇവിടെ വെച്ചാണ് തേയില അതിൻ്റെ തനതായ രുചിയും മണവും സ്വീകരിക്കുന്നത്. ഫെർമെൻറ്റേഷൻ എന്ന പ്രക്രിയയാണിത്. ഈ പ്രധാനപ്പെട്ട സ്റ്റെപ്പിൽ ഇവിടെ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്തെ പോളിഫിനോൾസ് അല്ലെങ്കിൽ ഈ പ്രോട്ടീൻസിനെ അതിൻ്റെ കൂടെ 2 എൻസൈംസ് ഇതിൻ്റെ അകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട് ലീഫിൽ. അതായത് പോളിഫിനോൾ ഓക്സിഡേസും പെറോക്സിഡേസ് എന്ന് പറഞ്ഞ 2 എൻസൈംസ്. ഈ എൻസൈംസ് നമ്മുടെ കാറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഓക്സിജൻ ഫാൻ മൂലം ഞങ്ങൾ ആ ഡ്രമ്മിലേക്ക് അടിക്കുമ്പോൾ ഈ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഈ എൻസൈംസ് പോളിഫിനോൾ എന്ന് പറഞ്ഞ ആ കോമ്പൗണ്ടിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ തേയിലയ്ക്ക് രുചിയും മണവും കടുപ്പവും തരുന്ന കോമ്പൗണ്ട് 2 കോമ്പൗണ്ട്സ് തിയാഫ്ലേവിൻ തിയാറൂബികിൻ എന്ന് പറയുന്ന 2 കോമ്പൗണ്ട്സിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷനിൽ നടക്കുന്നത്. ഇങ്ങനെ പുറത്തുവരുന്ന ഉൽപ്പന്നം ചലിക്കുന്ന ട്രേകളിലൂടെ യാത്ര തുടരും.
ഇനി ഇവയെ പാകമനുസരിച്ച് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. വലിയ ബോയിലറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വിറകാണ് പ്രധാന ഇന്ധനം. ഈ പ്രക്രിയ പൂർത്തിയാകുന്നതോടെ നിമിഷനേരം മുമ്പ് കണ്ട പച്ചക്കുളന്ത് ഇപ്പോൾ 3% മാത്രം ജലാംശം പേറുന്ന ഖരരൂപം പൂണ്ടുകഴിഞ്ഞിരിക്കും. ഇതിനായി കേവലം 20 മിനിറ്റ് നേരം മാത്രം മതിയാകും. വറവ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന തേയില അരിച്ച് തരംതിരിക്കുകയാണ് അടുത്ത ജോലി. സ്വാദ്, കടുപ്പം, വലിപ്പം തുടങ്ങിയ ഘടകങ്ങളുടെ ഏറ്റക്കുറിച്ചിലനുസരിച്ചാണ് ഇவ்விധം തരംതിരിവ് നടത്തുക. ഇതിനായി വലിയ അരിപ്പകൾ ഫാക്ടറികളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കപ്പെട്ട ചായപ്പൊടിക്ക് വളരെ നാൾ കേടുകൂടാതിരിക്കാനുള്ള ശേഷിയുണ്ട്. ആവശ്യമനുസരിച്ചുള്ള തോതിൽ അളന്ന് പൊതിഞ്ഞെടുത്ത് ഉൽപ്പന്നം ഉപഭോക്താവിന് എത്തിക്കുക എന്നതാണ് അടുത്ത ഉദ്യമം. അതിനു മുമ്പ് ഈ പൊടികളുടെ ഗുണനിലവാരവും പരിശോധിക്കപ്പെടുന്നു. ഏറെ സൂക്ഷ്മതയോടെ നിർവഹിക്കപ്പെടേണ്ട ഈ ജോലി അത്രയും ചെയ്യുന്നത് അനുഭവസമ്പന്നരായ ഉദ്യോഗസ്ഥരാണ്. സോ പല മാർക്കറ്റുകളിലും പല ആവശ്യങ്ങളാണ്. ഇപ്പം സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ കടുപ്പം കൂടിയത് വേണം, വെസ്റ്റേൺ ഇന്ത്യ മാർക്കറ്റിലാണെങ്കിൽ രുചിയും വേണം, കടുപ്പവും വേണം. അതേസമയം എനിക്ക് തോന്നുന്നു ഈസ്റ്റേൺ മാർക്കറ്റിൽ കൂടുതലും രുചിയിൽ ആശ്രയിക്കുന്ന, എസ്പെഷ്യലി യൂറോപ്യൻ മാർക്കറ്റിൽ അവർക്ക് കടുപ്പം എന്നുള്ളതല്ല അവർക്ക് പ്രാധാന്യം, അവർക്ക് രുചിയും അതിൻ്റെ അരോമ, മണം, അതാണ് അവർക്ക് പ്രധാനം. സോ ഓരോ മാർക്കറ്റിലും ഓരോ അവരുടേതായ ആവശ്യങ്ങളുണ്ട്. സോ നമ്മുടെ ടീ മാനുഫാക്ചറിങ്ങിൽ നമുക്ക് കിട്ടുന്ന ഓരോ ഗ്രേഡിനും പ്രത്യേക ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിന് ഏത് വിപണിയിലാണെന്നുള്ളത് നമ്മൾ അതിനെ അന്വേഷിച്ച് മനസ്സിലാക്കി ആ വിപണിയിൽ എത്തിക്കുന്നതാണ് കമ്പനിയുടെയും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ചുമതല. ദേശീയ അന്തർദേശീയ വിപണികൾ ആവശ്യപ്പെടുന്ന പ്രകാരമുള്ള അളവിലും ഗുണനിലവാരത്തിലുമാണ് ഈ പൊടികൾ പാക്ക് ചെയ്യുന്നത്. കേരളത്തിലെ തോട്ടം ജോലികൾക്കായി പ്രധാനമായും തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നാണ് തൊഴിലാളികളെ കൊണ്ടുവന്നത്. തമിഴും മലയാളവും ഇടകലർന്ന ഒരു സങ്കര ഭാഷാ സംസ്കാരം ഇന്ന് ഈ പ്രദേശങ്ങളിലുണ്ട്. അധ്വാനികളായ തൊഴിലാളികൾക്ക് പല എസ്റ്റേറ്റുകളിലും ആദ്യകാലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിച്ചിരുന്നില്ല. എന്നാൽ യൂണിയനുകളുടെ രൂപീകരണം പിൽക്കാലത്ത് തൊഴിലാളികളുടെ ജീവിത സാഹചര്യം തന്നെ മാറ്റിയെഴുതി. തൊഴിലാളികൾ കൂടുതൽ കഠിനാധ്വാനത്തോടെ പ്രയത്നിക്കുക കൂടി ചെയ്തപ്പോൾ ഉൽപ്പാദനത്തിൽ വൻ വർധനവുണ്ടായി എന്നത് ചരിത്രം. വിളവിന് മികച്ച വിപണി മൂല്യവും ലഭിച്ചു. ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായി. പനിയും അതുപോലെ തണുപ്പും കാറ്റും മഴയും ഒക്കെ സഹിക്കാൻ പറ്റാതെ മഴയ്ക്കായിരുന്നു. ഇപ്പോഴാണല്ലോ മഴയുടെ ശക്തിയെല്ലാം കുറഞ്ഞു പോയത്. അന്ന് അതല്ല. ഒരു 61 കാലഘട്ടങ്ങളിലെല്ലാം ഭയങ്കര വെള്ളപ്പൊക്കും മലയിടിച്ചിലൊക്കെ ഉണ്ടായി. ഞാൻ പിഞ്ഞു കുട്ടിയാ അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മല ഉരുണ്ട് വരുന്നത്, അതിലെ മരങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ട് വരികയായിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു മൂന്നാറിലെ. മൂന്നാറിപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. തൊഴിലാളിയാകുമ്പോൾ പിന്നെ അതിനുശേഷം നിയമങ്ങൾ പലതും പ്ലാന്റേഷൻ ലേബർ ആക്ട് 1950 കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്തിൽ വന്നു. അതിനുശേഷം കങ്കാണിമാർ സിസ്റ്റം മാറി, പിന്നെ സൂപ്പർവൈസറായി, പിന്നെ കമ്പനിയായി. അങ്ങനെ വരുമ്പോൾ കമ്പനി ആക്റ്റിലെ സ്റ്റാൻഡിങ് ഓർഡറും കാര്യങ്ങളും ഉണ്ട്. അതിനുശേഷം പ്ലാന്റേഷൻ ലേബർ ആക്ട് വന്നതിന് ശേഷം കേരളത്തിലെ ഒരു കമ്മിറ്റി ഉണ്ടായി. ആ കമ്മിറ്റിയുടെ മുഖാന്തരം തൊഴിലാളികളുടെ വേതനങ്ങൾ അതുപോലത്തെ കാര്യങ്ങളെല്ലാം
സംസാരിച്ച് ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു സാഹചര്യം വന്നുപോയി. തേയിലത്തൊഴിൽ നമ്മൾ അത്രയും ചെറുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. എത്രയോ ജനങ്ങൾക്ക് ജീവൻ കൊടുത്ത ഒരു ഇൻഡസ്ട്രിയാണ് ഈ തേയില ഇൻഡസ്ട്രി. അന്നെല്ലാം വിദ്യാഭ്യാസമില്ല, എന്നാലും അന്നത്തെ കമ്പനി എല്ലാ എസ്റ്റേറ്റുകളിലും ചെറിയ ചെറിയ കിച്ചൺ ഗാർഡൻ, ഇത് മറ്റേ സ്കൂളുകൾ, ക്രഷ്, ഇതെല്ലാം കൊടുത്തു കമ്പനി. 1887 നമ്മുടെ ഹൈറേഞ്ച് മേഖലയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്കാർക്കും താങ്ങാൻ കഴിയുന്നതല്ല. മലമ്പനിയും അതുപോലെയുള്ള മാരക രോഗങ്ങളെല്ലാം ഈ പ്രദേശത്തുണ്ടായിരുന്നു. കൊടും തണുപ്പും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ വലിയ കഷ്ടപ്പാടും ത്യാഗവും സഹിച്ചാണ് ഇന്നത്തെ മൂന്നാറിനെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ 1946 ട്രേഡ് യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചു. INTUC ആണ് ആദ്യത്തെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ. 908 വർഷങ്ങൾക്ക് ശേഷം AITUCയുടെ പ്രവർത്തനം ആരംഭിച്ചു 1956. ആ കാലഘട്ടം മുതൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ചെല്ലാം ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾ, എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്ന് ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി തൊഴിലാളികൾ സംഘടിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ അവരെ അവകാശബോധമുള്ള തൊഴിലാളികളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും അവരുടെ ആശ്രിതർക്കുമായി വിവിധ ഇനം ആനുകൂല്യങ്ങൾ സ്വകാര്യ തോട്ടം മേഖലകൾ കൊടുത്തു പോരുന്നുണ്ട്. തൊഴിൽ പദവികൾക്കനുസരിച്ചുള്ള താമസ സൗകര്യങ്ങളാണ് ഇവയിൽ പ്രധാനപ്പെട്ടത്. A-B ടൈപ്പ് ക്വാർട്ടേഴ്സുകളാണ് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് അനുവദിക്കപ്പെടുന്നത്. തോട്ടം തൊഴിലാളികൾക്കും സൂപ്പർവൈസർമാർക്കുമായി ലയങ്ങൾ പണിതീർത്തിട്ടുണ്ട്. തികച്ചും സൗജന്യമാണ് ഈ വീടുകളിലെ വാസം. വെള്ളത്തിനും പണം മുടക്കേണ്ടതായിട്ടില്ല. 20 യൂണിറ്റ് വരെ വൈദ്യുത ഉപഭോഗവും കമ്പനികൾ സൗജന്യമായി അനുവദിക്കുന്നുണ്ട്. ലയങ്ങളുടെ അറ്റകുറ്റപ്പണികളും കമ്പനികൾ തന്നെയാണ് ഏറ്റെടുത്ത് നടത്തിപ്പോരുന്നത്. ലയങ്ങളോട് ചേർന്ന് അടുക്കളത്തോട്ടത്തിനായുള്ള കൃഷിയിടവും കമ്പനികൾ നൽകുന്നുണ്ട്. അതുവഴി വിഷവിമുക്തമായ ഭക്ഷണവും ആരോഗ്യവും ധനലാഭവും തൊഴിലാളിക്ക് സാധ്യമാകുന്നു. മാലിന്യ സംസ്കരണത്തിലും ഈ മേഖല മാതൃകയാവുന്നു. ലയങ്ങളുടെ പരിസരത്തെല്ലാം കൃത്യമായി തരംതിരിച്ച് മാലിന്യം സംസ്കരിക്കുവാനുള്ള സംവിധാനവും ഇവിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ തേയില കമ്പനികൾ ആന്ധ്രയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ അരി ഇറക്കുമതി ചെയ്ത് തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു പോരുന്നുണ്ട്. കമ്പോള വിലയിൽ നിന്നും വലിയ കുറവുള്ളതിനാൽ മാസച്ചെലവിൽ നിന്നും നല്ലൊരു വിഹിതം മിച്ചം പിടിക്കുവാൻ ഇതുവഴി തൊഴിലാളികൾക്ക് സാധിക്കുന്നു. ഓരോ തൊഴിലാളിയുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരിപാലനത്തിൽ കമ്പനികൾ ശ്ലാഘനീയമായ നിഷ്കർഷത പുലർത്തിപ്പോരുന്നുണ്ട്. എസ്റ്റേറ്റുകളിൽ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. പ്രസവരക്ഷ, ശിശുചികിത്സ, പ്രതിരോധ മരുന്നുകൾ, കുടുംബാസൂത്രണം, സൗജന്യ മരുന്നുകൾ തുടങ്ങിയവ ഈ കേന്ദ്രത്തിലെ പ്രധാന സേവനങ്ങളിൽ പെടും. In the plantation, generally there is each hospital in each estate where we take care of the health aspects of the workers working for the plantation. Usually we look after the outpatient department where most of the patients come in the morning hours and come for treatment for the sicknesses, and roughly around 60 to 70 patients come in the morning. Then again similar OP will be in the evening time, and the remaining time any emergencies are taken care of. Out of the outpatients, most of the patients are taken care as an outpatient, and we give all the medicines, injections and everything, and the treatment is given to them, and all the medicines are given free of cost to them. ഇതിനൊക്കെയായി ഡോക്ടർമാർ, പരിചയസമ്പന്നരായ നഴ്സുമാർ, അറ്റൻഡർമാർ തുടങ്ങിയ ജീവനക്കാരൊക്കെ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. തീവ്രപരിചരണം ആവശ്യമായ രോഗികൾക്കായി മൂന്നാർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായി ടാറ്റ ജനറൽ ഹോസ്പിറ്റലുണ്ട്. എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും മികവുറ്റ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. തോട്ടത്തിൽ ജോലിക്ക് പോകുന്ന സ്ത്രീ തൊഴിലാളികളുടെ കുട്ടികളെ പരിചരിക്കുവാനായി ശിശു സംരക്ഷണശാലകൾ അഥവാ ക്രഷുകൾ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്.
എല്ലാ എസ്റ്റേറ്റിലും ജോലിക്കാരുടെ തൊഴിലാളി മക്കൾക്ക് വേണ്ടിയിട്ട് ക്രച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 5 വയസ്സുള്ള കുട്ടികൾ, എല്ലാ കുട്ടികളെ ക്രച്ചിൽ അഡ്മിറ്റ് ചെയ്യും. അവർക്ക് രാവിലെയും വൈകിട്ടതിന് പാലും പോറഡ്ജ്, മുട്ട, അതുമാതിരി പല ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. ഒരു ക്രച്ച് അറ്റൻഡൻറ്റിന് ഒരു ആയയും അവിടെ എല്ലാ ഫുൾ ടൈം ഉണ്ടാവും. രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടാവും. എല്ലാ കുട്ടികളെയും തൊഴിലാളികളുടെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് വരെ അവരുടെ കെയറിലായിരിക്കും. അത് അവിടെ തൊട്ടിലും അതുപോലെ എല്ലാ ഫെസിലിറ്റീസും, ചെറിയ കൊച്ചുങ്ങളെ എങ്ങനെയൊക്കെ നടത്തണം എന്നുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ ക്രച്ചിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മോണിറ്റർ ചെയ്യാനും നോക്കി നടത്താനുള്ള എസ്റ്റേറ്റിലെ സ്റ്റാഫും മാനേജ്മെൻറ്റ് സ്റ്റാഫും എല്ലാവരും എല്ലാ സമയത്തും ജാഗരൂകരാണ് അവിടെ. അതുകൊണ്ട് തന്നെ വളരെ കെയറായിരിക്കും കുട്ടിയുടെ കാര്യത്തിൽ. വീട് വിട്ടാൽ വീടിന് തുല്യമായി കുഞ്ഞുങ്ങൾ വിഹരിക്കുന്ന ഇവിടങ്ങളിൽ സ്നേഹമയികളായ സ്ത്രീ ജീവനക്കാർക്കാണ് മേൽനോട്ടം. എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ മക്കൾക്ക് സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ധാരാളം സ്കൂളുകളും പ്രവർത്തിച്ചു പോരുന്നു. UP LP സ്റ്റഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിന് പോകുന്ന കുട്ടികൾക്ക് കമ്പനി ഒരു ഹൈ റേഞ്ച് സ്കൂൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ 50% തൊഴിലാളിയുടെ മക്കൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് അവിടെ. അതുകൂടാതെ അവർക്കുള്ള സ്കോളർഷിപ്പ്, കമ്പനി ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പുറത്തുള്ള ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ +2 കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോയി കഴിഞ്ഞാൽ അവർക്ക് സ്കോളർഷിപ്പ് കമ്പനി കൊടുക്കുന്നുണ്ട്. അല്ലാതെ T-ബോർഡ് എന്നുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. APKയുടെ സ്കോളർഷിപ്പ് ഉണ്ട്. അതിനെല്ലാം വാങ്ങിച്ചു കൊടുക്കാനുള്ള കമ്പനി എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റേഷൻ കമ്പനികൾ അതിനുവേണ്ടി മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ വിനോദത്തിനായി ക്ലബ്ബുകൾ, ക്യാൻറ്റീനുകൾ, ബസാറുകൾ എന്നിവയും തോട്ടം മേഖലകളിൽ അങ്ങോളമിങ്ങോളമുണ്ട്. കമ്മ്യൂണിറ്റി സെൻ്ററുകൾ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയും തൊഴിലാളികൾക്കായി കമ്പനികൾ നൽകി പോരുന്നുണ്ട്. എന്നാൽ വിവിധ കാരണങ്ങളാൽ രാജ്യത്തെ തേയില വ്യവസായം ഇപ്പോൾ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ തേയില ഉൽപ്പാദകരിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന കെനിയ ചായപ്പൊടിയുടെ കയറ്റുമതി കൂട്ടി എന്നതാണ് പ്രധാന കാരണങ്ങളിൽ ഒന്ന്. 1.5 ലക്ഷത്തിന് മേൽ ഹെക്ടറിലാണ് കെനിയയിൽ തേയിലത്തോട്ടങ്ങളുള്ളത്. ഇന്ത്യയുടെ ആകെ ഉൽപ്പാദനത്തിന്റെ 1/3 കെനിയയിൽ വിളവെടുക്കുന്നത്. കുറഞ്ഞ ഉൽപ്പാദന ചെലവ് മൂലം ആപേക്ഷികമായി കുറഞ്ഞ വിലയ്ക്ക് അവർ തേയില വ്യാപകമായി കയറ്റുമതി ചെയ്തു തുടങ്ങി. ആഭ്യന്തര വിപണിക്ക് ആവശ്യമുള്ളതിലും അധികം തേയില ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും കെനിയൻ തേയില നമ്മുടെ രാജ്യത്തേക്കും ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് വിരോധാഭാസം. ദക്ഷിണേന്ത്യയിലെ തേയില വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇനിയുമുണ്ട്. ഇതിനു മുമ്പ് ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് സമാനമായ പ്രതിസന്ധിയെ തോട്ടം മേഖലയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. 2000 മുതൽ 2 വർഷക്കാലം കൊടിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് തോട്ടം മേഖല സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നു. 99ന്റെ അവസാനം കിലോയ്ക്ക് 80 രൂപയോളം വിലയുയർന്ന തേയില പൊടുന്നിനെ വിലയിടിവ് നേരിടുകയായിരുന്നു. 2001 അത് 43 രൂപ 70 പൈസയിലെത്തുകയും അടുത്ത വർഷം തന്നെ 41 രൂപയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. ഉൽപാദന ചെലവ് കൂടുകയല്ലാതെ കുറയുകയുണ്ടായില്ല. അതോടെ നികുതിയോ തൊഴിലാളി പ്രോവിഡന്റ് വിഹിതമോ തിരിച്ചടയ്ക്കാനാവാതെ കമ്പനികൾ വലഞ്ഞു. കടുത്ത സാമ്പത്തിക രൂക്ഷത മൂലം തൊഴിലാളികൾക്ക് വേതനം പോലും കൊടുക്കാനാവാതെ 30ഓളം കമ്പനികൾ പൂട്ടിപ്പോയി. 2000 22ഓളം തേയിലത്തോട്ടങ്ങൾ കേരളത്തിൽ, പ്രത്യേകിച്ച് വണ്ടിപ്പെരിയാർ, പീരുമേട് മേഖലകളിൽ പൂട്ടിപ്പോയി. അന്ന് വേതനം കൊടുക്കാനോ ഇല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള പ്രൊവിഡന്റ് ഫണ്ട്, ബോണസ്, ഗ്രാറ്റുവിറ്റി ഇതൊന്നും കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ 22ഓളം തേയിലത്തോട്ടങ്ങളാണ് പൂട്ടിപ്പോയത്. അപ്പോൾ അനേകായിരം തൊഴിലാളികൾ പട്ടിണിയിലായി. അതിൽ നിന്നും കരകയറാനായിട്ട് പോലും ഏകദേശം ഒരു 4-5 കൊല്ലം എടുക്കുകയുണ്ടായി. ഇവയിൽ ഭൂരിഭാഗവും ഇടുക്കി ജില്ലയിലുള്ളവ ആയിരുന്നു. RBT ഗ്രൂപ്പിന്റെ 9 തോട്ടങ്ങളും MMJ പ്ലാന്റേഷന്റെയും ഹോ പ്ലാന്റേഷന്റെയും 3 വീതം തോട്ടങ്ങളും ഉൾപ്പെടെ 20 എസ്റ്റേറ്റുകളുടെ പ്രവർത്തനങ്ങളാണ് താഴിട്ട് പൂട്ടപ്പെട്ടത്. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി, മലമ്പുഴ പ്രദേശങ്ങളിലെ 6ഉം വയനാട്ടിലെ 2ഉം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ ഓരോന്ന് വീതവും തോട്ടങ്ങൾ ഭീമനഷ്ടം സഹിക്കാനാവാതെ തൊഴിലാളികളെ പിരിച്ചുവിട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. അതോടെ 10,000 വരുന്ന തൊഴിലാളികളും കുടുംബങ്ങളും പട്ടിണിയിലായി. സ്ഥിര വരുമാനം നിലച്ചതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പാതി വഴിക്ക് നിന്നു. തൊഴിലാളികൾക്ക് അവരുടെ പ്രോവിഡന്റ് ഫണ്ട് പോലും തിരികെ വാങ്ങാനായില്ല. പ്രീമിയം അടയ്ക്കാത്തതിനാൽ തൊഴിലാളികൾ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ ലാപ്സായി. ഇതിനിടെ അപകടത്തിൽപ്പെട്ടവർക്കും മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും LICയിൽ നിന്നും ഒരു പൈസ പോലും ആനുകൂല്യം ലഭിച്ചില്ല. തോട്ടം മേഖലയിലെ കച്ചവട സ്ഥാപനങ്ങൾ ഏറിയ പങ്കും അടച്ചുപൂട്ടപ്പെട്ടു. അങ്ങേയറ്റം തീവ്രമായ ക്ഷാമം തോട്ടങ്ങളിൽ തിങ്ങി നിറഞ്ഞു. തൊഴിലാളികൾ 3/4 ഭാഗവും
തൊഴിൽ രഹിതരായി സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു പോകുവാൻ നിർബന്ധിതരായി. ചില കമ്പനികളെങ്കിലും അക്കാലത്ത് തൊഴിലാളികളെ ഏതുവിധേനയും പരിരക്ഷിച്ചു പോന്നു എന്നത് ശ്ലാഘനീയമായ മാതൃകയായിരുന്നു. വറുതിയിൽ നിന്നും സാമ്പത്തിക വീഴ്ചയിൽ നിന്നും കരകയറുവാൻ കുറഞ്ഞത് 4 വർഷമെങ്കിലും വേണ്ടിവന്നു. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ചില അനുഭവ പാഠങ്ങൾ അതുവഴി നമുക്ക് ആർജിച്ചെടുക്കുവാനായി. ഇപ്പോഴുള്ള പ്രതിസന്ധി മുൻകൂട്ടി കാണുവാൻ സാധിക്കുന്നതും ആ അറിവുകളുടെ വെളിച്ചത്തിലാണ്. മൂന്നാർ മേഖലയിലെ കണ്ണദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് കമ്പനി, ടാറ്റ ഗ്ലോബൽ ബിവറേജസ്, ഹാരിസൺസ് മലയാളം, തലയാർ ടീ കമ്പനി, കൊട്ടമുടി പ്ലാന്റേഷൻസ് എന്നീ സ്ഥാപനങ്ങളെയാണ് പ്രതിസന്ധി ഏറ്റവും ദോഷകരമായ അവസ്ഥയിൽ പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതിനെ പറ്റി പറയുകയാണെങ്കിൽ ഉൽപ്പാദന ചെലവ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതലാണ് തോട്ടം മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. കാര്യം വർഷങ്ങൾക്ക് മുമ്പാണ് തോട്ടം ഡെവലപ്പ് ചെയ്തതും ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഈ പരിസരങ്ങളിൽ ഉണ്ടാകാതിരുന്നിട്ടുള്ള ഈ മെഡിക്കൽ ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം തന്നെ അന്നു മുതൽ സ്റ്റാറ്റുട്ടറി ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നും തുടരുന്നു. അതേസമയം ഇന്ന് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെയും ഗവൺമെൻറ് വശത്തു നിന്ന് ഡെവലപ്പ് ആയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഗവൺമെൻറ് ഏറ്റെടുക്കുകയോ ഇല്ലെങ്കിൽ ഗവൺമെൻറ് വശത്തു നിന്ന് ഒരു സഹകരണം ഈ മേഖലയിലേക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. വൻകിട തേയില ഉൽപ്പാദകർ മാത്രമല്ല ഈ പ്രതിസന്ധിയുടെ ഇരകളാക്കപ്പെടുന്നത്. കുറഞ്ഞ അളവിലുള്ള ഭൂമിയിൽ കൃഷിയിറക്കി ഫാക്ടറി ഉടമകൾക്ക് കൊളുന്തു വിൽക്കുന്ന ചെറുകിട നാമമാത്ര കർഷകരും ഈ തളർച്ചയുടെ ഭാഗഭുക്കുകളാണ്. എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും ന്യായമായ വിലയും നൽകിയാണ് വൻകിട ഫാക്ടറികൾ ചെറു കർഷകർക്കൊപ്പം സഹകരിക്കുന്നത്. എന്നാൽ തേയിലയുടെ വിപണി വില കൂപ്പുകുത്തിയതോടെ മെച്ചപ്പെട്ട വരുമാന നിലയിൽ നിന്നും നഷ്ടത്തിലേക്കാണ് ഈ കർഷകരും ചെന്നു നിൽക്കുന്നത്. ഇന്ത്യയിൽ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും അധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മേഖലയാണ് തേയില വ്യവസായം. എസ്റ്റേറ്റുകളിലും ഫാക്ടറികളിലും മറ്റുമായി ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്നുണ്ട്. അവരിൽ ബഹുഭൂരിപക്ഷവും സാമ്പത്തികമായും സാമൂഹ്യപരമായും പിന്നോക്കം നിൽക്കുന്നവരാണ് എന്നതാണ് വാസ്തവം. ഏറ്റവും അധികം സ്ത്രീകൾ ജോലിയെടുക്കുന്ന തൊഴിൽ മേഖല കൂടിയാണിത്. 2/3 ഭാഗവും സ്ത്രീ തൊഴിലാളികളാണ്. കേരളത്തിൽ ആകെ കൃഷിഭൂമിയുടെ 80% തേയില, റബ്ബർ, കാപ്പി തുടങ്ങിയ നാണ്യവിളകളാണ് കൃഷി ചെയ്തു പോരുന്നത്. എന്നാൽ ഇന്ത്യയുടെ മൊത്തം കണക്കെടുക്കുമ്പോൾ വെറും 4% മാത്രമേ നാണ്യവിളകൾക്കായി ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. ലോകത്ത് ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചായയുടെ 30% ഇന്ത്യയുടെ സംഭാവനയാണ്. അതിൽ 9% കേരളത്തിൽ നിന്നാണ്. രാജ്യത്തിന്റെ മൊത്തം കയറ്റുമതി വരുമാനത്തിന്റെ 13% കേരളം എന്ന ചെറു സംസ്ഥാനത്തിന്റെ വിഹിതമാണെന്ന് കൂടി അറിയുക. ഉൽപാദന ചെലവിലുണ്ടായ വർധനവും കമ്പോള വിലയിലെ കുറവും കനത്ത നഷ്ടങ്ങളുടെ കണക്കിലേക്കാണ് കൈ ചൂണ്ടുന്നത്. കഴിഞ്ഞ വർഷം തേയിലയുടെ മൊത്തം വില കിലോയ്ക്ക് 115 രൂപയിലധികമായിരുന്നു. ഇന്നത് 85 രൂപയ്ക്കും താഴെ വന്ന് നിൽക്കുന്നു. അതായത് 30% വിലയിടിവാണ് ഒരു വർഷം കൊണ്ട് വിപണിയിലുണ്ടായത്. അതേസമയം കേരളത്തിലെ വേതന ചെലവ് 19% വർദ്ധിക്കുകയും ചെയ്തു. ഇതിനൊക്കെ പുറമെയാണ് വളം, കീടനാശിനി തുടങ്ങിയ സാമഗ്രികളുടെ വിലക്കയറ്റവും. ഇതോടെ ഇരു കരകളും കൂട്ടിമുട്ടിക്കാനാവാതെ തേയിലത്തോട്ടങ്ങൾ അക്ഷരാർത്ഥത്തിൽ തകർച്ചയുടെ വക്കിലെത്തി കഴിഞ്ഞു. ഉൽപാദന ചെലവ് 100 രൂപ മുതൽ 115 രൂപയ്ക്ക് മുകളിലെത്തിയിരിക്കുന്നു. വിപണി വില 85 രൂപ, നഷ്ടം കിലോയ്ക്ക് 30 രൂപയോളം. അടിസ്ഥാന ശമ്പളത്തിന് പുറമെ തോട്ടം മേഖലയിലെ കമ്പനികൾ സാമൂഹിക ഉന്നമനം ലക്ഷ്യം വെച്ച് മറ്റൊരു 75% തുക കൂടി ചെലവഴിക്കുന്നുണ്ട്. പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം, മറ്റ് സാമൂഹ്യ ചെലവുകളൊക്കെയാണ് ഈ ഇനത്തിൽപ്പെടുന്നത്. ഈ ചെലവുകളെല്ലാം പൂർണ്ണമായും നിറവേറ്റുന്നത് എസ്റ്റേറ്റ് മാനേജ്മെന്റുകൾ തന്നെയാണ്. ഇതുമൂലം ഒരു വൻ തുക സർക്കാരിന് ലാഭമാകുന്നു. ചെലവാകുന്ന തുകയുടെ നിശ്ചിത പങ്ക് കമ്പനിക്ക് തിരികെ നൽകാമെന്ന വാഗ്ദാനം ഇപ്പോഴും ചുവപ്പൻ നാടുകളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ വ്യവസായങ്ങൾ ഏതുവിധേനയും നിലനിർത്തുന്നതിന് വേണ്ടി ആവുന്നത്ര സൗകര്യങ്ങൾ സർക്കാരുകൾ ചെയ്തു പോരാറുണ്ട്. അതിനായി എത്ര പണം മുടക്കുവാനും അവർ പിശുക്ക് കാട്ടാറില്ല. എന്നാൽ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പണം മുടക്കുന്നില്ലെന്ന് മാത്രമല്ല, ആവോളം ചൂഷണം ചെയ്ത് പണം പിടുങ്ങുകയും ചെയ്യുന്നു. തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 5 പൈസ പോലും മുടക്കാത്ത സർക്കാർ വിവിധ ഇനം നികുതികളിലൂടെ അധികഭാരം ഈ രംഗത്ത് ചേർത്ത് കൊടുക്കുക കൂടി ചെയ്യുന്നു. ഇതിൽ പ്രധാനമാണ് പ്ലാന്റേഷൻ നികുതി. വിളവെടുപ്പുള്ള ഓരോ ഹെക്ടർ ഭൂമിക്കും 700 രൂപ നിരക്കിൽ സർക്കാരിന് അടയ്ക്കേണ്ട നികുതിയാണിത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഈ നികുതി ഇല്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 350 രൂപയായിരുന്ന നികുതി പൊടുന്നനെയാണ് 100% വർദ്ധിപ്പിച്ച് 700 രൂപ ആക്കിയത്. അധികഭാരം അടിച്ചേൽപ്പിക്കുന്ന മറ്റൊന്നാണ് കാർഷിക ആദായ നികുതി. ലാഭത്തിന്റെ 50% സർക്കാരിന് നൽകണമെന്ന വിചിത്ര നീതിയാണിത്. കേരളത്തിൽ മാത്രമാണ് കാർഷിക രംഗത്ത് പ്രഹരമാകുന്ന ഈ കരംപിരിവ് ഇത്ര ഉയർന്ന തോതിൽ നടന്നു പോരുന്നത്. തമിഴ്നാട് സർക്കാർ തോട്ടം മേഖലയിൽ നിന്ന് ഈ പേരിൽ 1 പൈസ പോലും നികുതി ഈടാക്കുന്നില്ല. അതേസമയം അസം, ബംഗാൾ, കർണാടക തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങൾ 30% ആദായ നികുതി ഈടാക്കുന്നത്. കേരളത്തിൽ ഇത് അറ്റാദായത്തിന്റെ 50%, അതായത് ലാഭത്തിന്റെ നേർപകുതി.
അതേസമയം കാർഷിക ആദായ നികുതി ലാഭത്തിൻ്റെ 50%, 50% ആണ് കാർഷിക ആദായം നൽകുന്നത്. അതേസമയം തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ ഈ കാർഷിക ആദായ നികുതി പണ്ടേ പിൻവലിച്ചിരുന്നു. അതൊക്കെ കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ റിലാക്സേഷൻസ് ഈ മേഖലയ്ക്ക് തന്നില്ല എങ്കിൽ ഈ മേഖല മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട, ഇത് അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലേക്ക് പോകും. ഇവിടെ പ്രസ്ഥാനങ്ങൾ നശിക്കും, തോട്ടങ്ങൾ നശിക്കും, തൊഴിലാളികൾ പട്ടിണിയാവും. മാനേജ്മെൻറ്റിന് ഒരു പരിധിവരെയൊക്കെ സഹായിക്കാൻ പറ്റും, അതിനുശേഷവും മാനേജ്മെൻറ്റിന് സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഒട്ടേറെ തോട്ടം തൊഴിലാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ജീവനോപാധിയായ ഈ വ്യവസായത്തിനു മേൽ കേരള സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന മറ്റൊരു ഭാരമാണ് അടിസ്ഥാന ഭൂനികുതി. ഹെക്ടറിന് 200 രൂപ നിരക്കിലായിരുന്നു ഈ നികുതി ഈടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത് 150% വർദ്ധിപ്പിച്ച് 500 രൂപ എന്ന നിലയിലെത്തി. കേരളത്തിൽ ഏർപ്പെടുത്തിയ ഭാഗിക മദ്യനിരോധനത്തിലൂടെ സർക്കാരിന് നേരിടേണ്ടി വരുന്ന റവന്യൂ കമ്മി ഏതു വിധേനയും നികത്തുവാനാണ് തിടുക്കപ്പെട്ട ഈ നികുതി വർധനവ്. മദ്യനിരോധനം ഏറ്റവും അധികം ബാധിക്കുന്നതും ഇത്തരം വ്യവസായങ്ങളെയാണ് എന്നതാണ് പരമാർത്ഥം. வேலை செஞ்சோம்னா எங்களுக்குன்னு ஒரு கணக்கு இருக்குது. இந்த மாதம் இவ்வளோ சம்பளம் வாங்கலாம், இவ்வளோ பிடிச்சிடலான்னு நான் கணக்கு பண்ணி தான் வேலை செய்வேன். அதே மாதிரி அந்த சம்பளத்தை நான் வாங்கிடுவேன். 10,000 சம்பளம் வாங்கினா 10,000க்கு வேலை செஞ்சுருவேன். இப்போ கொழுந்து வெட்டிடலாம் வாங்கிடலான்னு ஒரு நாளைக்கு 100 கிலோ வெட்டினா மறுநாளைக்கு 120 கிலோக்கு ட்ரை பண்ணுவேன். 120 வெட்டினா அதுக்கடுத்த மறுநாள் 150 கிலோ எங்களுக்கு கொழுந்து அனுசரித்து நான் வெட்டுவேன். நான் 200 கிலோ வெட்ட இடத்துலேயும் மறுநாள் 100 கிலோ கூட வெட்ட முடியாது. அது காரணம் என்னென்னா அந்த டைமில் எங்களுக்கு கொழுந்து இருக்காது. கொழுந்து இருக்கும் போதும் அதுக்கு தகுந்த மாதிரி நாங்கள் வெட்டிடுவோம். ഇതിനു മുമ്പ് വന്ന പ്രതിസന്ധി സമയങ്ങളിലെല്ലാം കമ്പനികൾക്ക് താങ്ങും തണലുമായി നിന്ന തൊഴിലാളികളുടെ 3ാം തലമുറയാണ് ഇന്നിവിടെയുള്ളത്. സമീപഭാവിയിലെ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ ഇവരും സമൂഹത്തിനു മുന്നിൽ ചോദ്യചിഹ്നമാകുന്നു. ഈ നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ സംഭവിച്ച തീവ്ര പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ ആകെയുള്ള തോട്ടത്തിന്റെ 5% ഇതര വ്യവസായങ്ങൾക്കായി ഉപയോഗിച്ച് പല വിധേനയുള്ള വരുമാനം നേടുവാൻ സഹായിക്കുന്ന ഒരു ഭേദഗതി അന്നത്തെ മന്ത്രിസഭ നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഭൂപരിഷ്കരണ നിയമപ്രകാരം തോട്ടങ്ങൾ തേയില കൃഷിക്കായി അല്ലാതെ മറ്റ് വാണിജ്യ സംരംഭങ്ങൾക്കായി ഉപയോഗിക്കുവാൻ വ്യവസ്ഥയില്ല. 5% ഭൂമി വാണിജ്യാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിച്ചാൽ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തോട്ടം മേഖലയിലെ നഷ്ടം ഏറെക്കുറെ നികത്തുവാൻ സാധിക്കും. പൊതുവെ തേയില വ്യവസായം സംരക്ഷിക്കപ്പെടണമെങ്കിൽ അത് തൊഴിലാളികളെ സംരക്ഷിക്കപ്പെടുക, അതാണ് നമ്പർ 1. വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ വേണ്ടെന്ന് വെച്ചിട്ട് വന്ന് പോകാം. പക്ഷേ ഈ തൊഴിലാളികൾ എവിടെ പോകാൻ പറ്റും? അത് ഗവൺമെൻറ് മനസ്സിലാക്കണം. കേരളത്തിലെ ഗവൺമെൻറ് പിന്നെ പ്ലാന്റേഷൻ ടാക്സും ലാൻഡ് ടാക്സും വർദ്ധിപ്പിച്ചത് മോശമായിപ്പോയി, വീട്ടുകരം വർദ്ധിപ്പിച്ചത് മോശമായിപ്പോയി. ഞങ്ങളത് KPCCയിൽ ശക്തമായി ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. ലാൻഡ് ടാക്സും തോട്ടക്കരമും അതുപോലെ തന്നെ ഭൂകരമും ഇത്രയും വൻതോതിൽ കൂട്ടേണ്ട ഒരു ആവശ്യമില്ല. റവന്യൂ ടാക്സ് 50% വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം പുതിയ പ്രശ്നങ്ങൾ വ്യവസായത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് മാറാൻ കഴിയണമെങ്കിൽ വ്യവസായത്തിൻ്റെ തേയിലക്കയുടെ വിൽപ്പന വില വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർ ടാക്സ് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അതിന് അത്രയും കാലത്തേക്ക് ഒരു 2-3 വർഷത്തേക്ക് തേയിലയുടെ വില മെച്ചപ്പെട്ടു വരുന്ന തരത്തേക്ക് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ തൊഴിലാളികൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ലയങ്ങളുടെ ടാക്സ് വീട്ടുകരം വർധനവിൻ്റെ ഭാഗമായി ഇവർക്ക് ലയങ്ങളുടെ ടാക്സ് വർദ്ധിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം, കൃഷിക്ക് സബ്സിഡി നിരക്കിലാണ് കറണ്ട് കൊടുക്കുന്നത്. പക്ഷേ തേയില വ്യവസായം തോട്ട വ്യവസായമാണ് എന്ന കാരണം കൊണ്ട് ഇത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കറണ്ട് ചാർജാണ് ഈടാക്കുന്നത്. ഇതെല്ലാം ഈ വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കുന്നതിന് ഉള്ള കാരണങ്ങളിൽ പല കാരണങ്ങളിൽ ഒന്നാണ്. തേയില കൃഷി ചെയ്യാത്ത കുന്നുകളും വെളിമ്പ്രദേശങ്ങളും ശീതകാല പച്ചക്കറി ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാർ ഉൾപ്പെടെയുള്ള മഴനിഴൽ പ്രദേശങ്ങൾ ഇത്തരം പച്ചക്കറികൾ യഥേഷ്ടം വളരും. പ്രധാനമായും കാബേജ്, കോളിഫ്ലവർ, തക്കാളി, ക്യാരറ്റ്, കിഴങ്ങ് തുടങ്ങിയ പച്ചക്കറികൾ ജൈവ രീതിയിൽ തന്നെ വൻതോതിൽ കൃഷി ഇറക്കാമെന്നതാണ് ഈ പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്ര പ്രത്യേകത. ടീ ഈസ് എ കമോഡിറ്റി. അപ്പം അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് സൈക്ലിക്കൽ ഒരു പാറ്റേൺ ഉണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഇപ്പം നമ്മൾ പ്ലാന്റേഷൻ മേഖല എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ വൺ പെർട്ടിക്കുലർ ക്രോപ്പ് ഓർ വൺ പെർട്ടിക്കുലർ സോഴ്സ് ഓഫ് റവന്യൂ നമുക്ക് പറ്റത്തില്ല. ഇപ്പം അങ്ങനെ ആയി വരുമ്പോൾ പ്രതിസന്ധിയിൽ പോയാൽ പിന്നെ വേറെ ഒരു ഇൻകമിൻ്റെ മാർഗം നമുക്കിപ്പോൾ കാണുന്നില്ല. പക്ഷേ അതിൻ്റെ സ്കോപ്പുണ്ട്. ഇപ്പം സൗത്ത് ഇന്ത്യയിൽ തന്നെ നോക്കുമ്പോൾ, അപ്പോൾ എന്തിനാ സൗത്ത് ഇന്ത്യ, ഓൾ ഓവർ ദ വേൾഡ്, ഇപ്പം ഏത് പ്ലാന്റേഷൻ ആയാലും അതിൻ്റെ ഒപ്പം
ടൂറിസമിൻ്റെ ഒരു സ്കോപ്പുണ്ട്. അത് നമുക്കുമുണ്ട്. ഇപ്പം കേരളത്തിൽ വി ആർ സെയിങ് കേരള ഇസ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ടൂറിസം ബൂം നമുക്കിവിടെ ഉള്ളപ്പോൾ എസ്റ്റേറ്റ്സിലും നമുക്ക് ടൂറിസം നമുക്ക് ചെയ്യാനുള്ള ഒരു മാർഗമുണ്ട്. 5% ഭൂമി വാണിജ്യാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിച്ചാൽ പുഷ്പകൃഷിയും വരുമാന മാർഗമാകും. അപൂർവ ഇനത്തിൽപ്പെട്ട പൂച്ചെടികൾ മൂന്നാറിന്റെ തണുപ്പിൽ യഥേഷ്ടം വളർന്ന് കമനീയമായ നിറഭംഗി വിടർത്തുന്നുണ്ട്. ഇതിനു പുറമെ ഭൂമി ലഭ്യമായാൽ ചെയ്യാനാകുന്ന നിരവധി കാര്യങ്ങളിലൊന്നാണ് കന്നുകാലി വളർത്തൽ. മുന്തിയ ഇനം ഡയറി ഫാമുകളിൽ നവജനസുകളിൽപ്പെട്ട പശുക്കളെ വളർത്തി പാലുൽപാദനത്തിൽ മറ്റൊരു ധവള വിപ്ലവം തീർക്കുവാൻ നിർബാധം കഴിയും. അതുവഴി ധാരാളം പേർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യും. വിനോദസഞ്ചാരത്തിന്റെ അനന്ത സാധ്യതകൾ മൂന്നാറിന് സ്വന്തമായിട്ടുണ്ട്. നീലക്കുറിഞ്ഞികളും പച്ചക്കരിമ്പളം പുതച്ച തേയിലത്തോട്ടങ്ങളും ജലാശയങ്ങളും വെള്ളച്ചാട്ടങ്ങളും മറ്റും ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി മൂന്നാറിനെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. സീസണുകളിൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന സഞ്ചാരികൾക്ക് കണക്കില്ല. ആ സാധ്യത കൂടി ഉപയോഗപ്പെടുത്തിയാൽ നല്ലൊരു വരുമാനം കമ്പനികൾക്ക് നേടുവാൻ കഴിയും. കാർഷികേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് വിനോദസഞ്ചാര സാധ്യത. ബ്രിട്ടീഷുകാർ പണിത ധാരാളം ബംഗ്ലാവുകൾ തോട്ടം മേഖലയിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. These ancient bungalows are built of stone and mortar. They are eco-friendly. They are in the midst of nature. They are in the midst of greenery. And it's a different experience staying in the tea bungalows as compared to a hotel. A hotel will have a room and a bathroom, while the bungalows have not only many rooms to stay in, but they are built in wood and extremely eco-friendly to the environment. So tourists, there are many tourists who would like to enjoy such an ambience within the tea gardens. പ്രകൃതിയുമായി ഇണങ്ങി താമസിക്കുവാൻ ഈ ബംഗ്ലാവുകളെക്കാൾ സൗകര്യപ്രദമായവ മറ്റൊന്നുമില്ല. തടികൾ പാകിയ നിലവും വിശാലമായ മുറികളും ഇവയുടെ മാത്രം പ്രത്യേകതയാണ്. ഗതകാല ജീവിത സാഹചര്യങ്ങളുമായി കൂടുതൽ ഇണങ്ങി കഴിയുവാൻ ഇവിടുത്തെ വാസം ഏറെ സഹായകരമാകും. Tea tourism is an extremely important aspect of earnings for the tea industry now, because the tea prices are not constant. It is becoming difficult for tea planters to earn adequate profits just from the sales of tea in the auctions. Prices are fluctuating all the time. Therefore, any additional income will not only benefit the tea industry, millions of tea workers who work and live in the tea industry, but also bring in considerable revenue for the government of Kerala. We would therefore request that the government support the tea industry in opening up tea tourism, such as trekking, hiking, biking, rock climbing, and staying in the heritage bungalows which are situated within the tea areas of the companies. എന്നാൽ 5% ഭൂമി ഇതര ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കുവാനുള്ള പദ്ധതി ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. വലിയൊരു നിധി ഇന്നും കൺമുമ്പിലൂടെ ഒഴുകിപ്പോവുകയാണ്. 2004 നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ചുവെങ്കിലും മാറി മാറി വന്ന സർക്കാരുകളുടെ നിസ്സഹകരണം മൂലം ഇന്നും പാസാക്കപ്പെട്ടിട്ടില്ല. ആകെയുള്ള ഭൂമിയുടെ 5% ഇതര വ്യവസായങ്ങൾക്കായി ഉപയോഗിക്കുവാൻ കേന്ദ്ര സർക്കാർ അനുവാദം കൊടുത്താൽ മാത്രമേ കേരളത്തിലെ തോട്ടം മേഖല പ്രതിസന്ധിയിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും കരകയറുകയുള്ളൂ. തേയില കൃഷി ഒന്നുകൊണ്ട് മാത്രം ഇത്രമാത്രം കമ്പനികളും തൊഴിലാളികളും നിലനിൽക്കില്ല. Primarily, the government should bring about a 5% land utilization order is there. അപ്പോൾ അതിന് ഒരു ക്ലാരിറ്റി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെ റൂൾസ് ഫ്രെയിം ചെയ്തിട്ട് ലാൻഡ് യൂട്ടിലൈസേഷൻ ഉള്ള ഒരു ഫ്രീഡം നമുക്കൊന്ന് കിട്ടണം. ദാറ്റ് ഈസ് വിത്ത് എ ഫോക്കസ് ഓൺ ഡൈവേഴ്സിഫിക്കേഷൻ. രണ്ടാമത്തെ ഈ ടാക്സ് റെജീം തന്നെ ഒരു ഇരിക്കുന്നത് ഇറ്റ് ഈസ് നെഗറ്റീവ് ടു ദ എൻറ്റയർ ഇൻഡസ്ട്രി. ദർ ഹാസ് ടു ബി എ മൊറട്ടോറിയം ഓൺ ദ taxes at least for a 3-year period. And third, helping the tea industry develop a sustainable tourism program whereby plantation tourism is given adequate support. ഈ പ്ലാന്റേഷൻ ഇൻഡസ്ട്രി പോലെ തന്നെ ബാക്കി കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വേറെ ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട്. ആ ഇൻഡസ്ട്രികളിലൊക്കെ തന്നെ പ്രതിസന്ധി
ഉണ്ടായിട്ടുണ്ട്. അതേസമയം ആ ഒരു വിഷയം അതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയൊക്കെ വരുന്ന സമയങ്ങളിൽ ആ ഇൻഡസ്ട്രിക്ക് വേണ്ടി സർക്കാർ അകമഴിഞ്ഞ് സഹായങ്ങൾ നൽകുകയും ആ ഇൻഡസ്ട്രീനെ ടാക്സുകളിൽ നിന്ന് ഇളവ് വരുത്തുകയും അവർക്ക് വേണ്ടിയിട്ട് സബ്സിഡികൾ ലഭിക്കുകയും നൽകുകയൊക്കെ ചെയ്തിട്ട് ആ ഇൻഡസ്ട്രികളെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്ലാന്റേഷൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പ്ലാന്റേഷൻ എന്തോ രണ്ടാം കുടി ജനിച്ച പോലത്തെ ഒരു അപ്രോച്ചാണ് ഗവൺമെൻറ്. ആ ഒരു ഗവൺമെൻറ്റിൻ്റെ നിലപാട് അത് വളരെയേറെ ദുഃഖം നമുക്ക് തരുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഈ 4 ക്യാബേജും വീട്ടിൻ്റെ ബാക്കിൽ ഗ്രോ ചെയ്യുന്നതും മൊത്തം എൻറ്റയർ പ്ലാന്റേഷൻ ഇൻഡസ്ട്രി നടത്തുന്നത് കുറേ വ്യത്യാസമുണ്ട് അതിൽ. ഇനിയും 2016 വന്നിട്ട് മൊത്തം ഓർഗാനിക് ചെയ്യുമെന്ന് പറയുമ്പോൾ ദിസ് എൻറ്റയർ ഇൻഡസ്ട്രി ഈസ് ഗോയിങ് ടു ജസ്റ്റ് വൈൻഡ് അപ്പ്. ദാറ്റ്സ് ദി എൻഡ് ഓഫ് ഇറ്റ്. അതിന് ഇറ്റ് ഈസ് നോട്ട് എ വയബിൾ തിങ് അറ്റ് ഓൾ ഫോർ ദ ഫ്യൂച്ചർ, വിച്ച് ഐ റിയലി വോണ്ട് ടു കൺവേ ദ മെസ്സേജ് ടു ദ ഗവൺമെൻറ് ഓൾസോ. ഇതിനൊക്കെ പുറമെ വാണിജ്യാടിസ്ഥാനത്തുള്ള വൈദ്യുതി ചാർജ് ഈടാക്കലും ഈ വ്യവസായത്തിന് ഇരട്ടടിയായി തീരുന്നുണ്ട്. വൻകിട വ്യവസായികൾക്കായി ഏർപ്പെടുത്തിയ ST1 സ്ലാബാണ് കാർഷിക മേഖലയിലും സർക്കാർ ഈടാക്കുന്നത്. കാർഷിക നികുതി ഈടാക്കുകയും കൃഷിയിടങ്ങളിൽ വ്യാവസായിക സ്ലാബുകൾ നിശ്ചയിക്കുകയും ചെയ്യുന്ന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പാണ് ഇതുമൂലം പുറത്താകുന്നത്. പശ്ചിമഘട്ടത്തിന്റെ സ്നിഗ്ധമായ കാലാവസ്ഥയെ അതേപടി പരിരക്ഷിച്ചു പോരുന്നതിൽ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ വഹിക്കുന്ന നിർണായക പങ്ക് അവഗണിക്കുവാൻ കഴിയുന്നതല്ല. കേരളത്തിലെ ഇതര പ്രദേശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വർഷം മുഴുവൻ തണുത്ത അന്തരീക്ഷം ഇവ സമ്മാനിക്കുന്നതാണ്. ചൂടിൽ നിന്ന് ഓടിയണയുന്ന ഓരോ സഞ്ചാരിയും ഈ സത്യം തിരിച്ചറിയുമ്പോഴും ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് നമ്മുടെ ഭരണകൂടം. ഈ മൊട്ടക്കുന്നുകൾ ഇന്നും മണ്ണൊലിപ്പിനെ അതിജീവിച്ച് നിലനിൽക്കുന്നത് തേയില കൃഷി ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രകൃതിയുടെ അംശങ്ങളായ മണ്ണും ആകാശവും വായുവും അന്തരീക്ഷവും ഒക്കെ ഇത്രമേൽ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് പരിരക്ഷിക്കപ്പെട്ടു പോരുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്വാഭാവിക ലാൻഡ്സ്കേപ്പിംഗ് ഇപ്പോഴും നിലനിർത്തപ്പെടുന്നത് അനേകായിരം മനുഷ്യരുടെ മനക്കരുത്ത് ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവിടം ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ഇടനാടും തീരപ്രദേശവും അടങ്ങിയ മറുഭാഗം ചൂടുലാവയിൽ ഉരുകിയില്ലാതായി പോയേനെ. കുത്തനെ ചെരിഞ്ഞു കിടക്കുന്ന പ്രതലത്തിൽ നിന്നും ഒഴുകിപ്പോകുവാൻ വെമ്പിയിട്ടും സ്വന്തം വേര് ആയുധമാക്കി ഈ തേയിലച്ചെടികൾ ആ വിശുദ്ധ മണ്ണിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു, ഒരു പെറ്റമ്മയെ പോലെ.